उड़ान 6247 में आपका स्वागत है। पुणे तक क्षमा कीजिए, पुणे 1 घंटे 40 मिनट की दूरी पर है। आज हम एविएटर्स कप्तान एजाज दानिश और सह कप्तान शिप्रा सिंह के साथ 1003 की ऊंचाई पर उड़ान करेंगे। सबरीना, सुरक्षा, पामी और मैं शबीना आज की बुकिंग टर्मिनल हम हिंदी और अंग्रेजी बोल सकते हैं। हम आपकी सुरक्षा से लेकर फर्स्ट एड तक इस विमान में आपकी देखभाल करेंगे। आपकी सेवा में हम उपस्थित हैं। हमें बेहद खुशी है कि आपको हम हमारे देश से जोड़ सके। प्रस्तुत है आपके लिए इंडिया बाय इंडिगो। धन्यवाद। ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിൽ പങ്കെടുക്കുന്നതിലേക്കായി പൂനെയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് യാദൃച്ഛികമായി പോകാനിടയായ ഒരു മാളാണ് ഇന്നത്തെ വീഡിയോയിലെ സംഭവം. ചെറിയൊരു മാളാണ്. അങ്ങനെ ഞങ്ങളുടെ ഇൻഡിഗോ വിമാനം പൂനെ ലക്ഷ്യമായി യാത്ര തിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ്. ഇത് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ കാഴ്ചകളാണ്. പക്ഷെ ഞങ്ങൾ ചെല്ലുന്ന പൂനെ വിമാനത്താവളം എയർഫോഴ്സിൻ്റെയാണ്. അതുകൊണ്ട് അവിടെ ചിത്രീകരിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് അവിടുത്തെ വീഡിയോസൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. അങ്ങനെ വീഡിയോ എടുക്കുന്നത് ശരിയുമല്ല. അങ്ങനെ പൂനെ ലക്ഷ്യമാക്കി ഞങ്ങളുടെ വിമാനം പറന്നുയരുകയാണ്. ഇൻഡിഗോ വിമാനമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നെക്സസ് ഗ്രൂപ്പിൻ്റെ വെസ്റ്റ് എൻഡ് എന്ന് പറയുന്ന മാൾ. ഇത് പൂനെയിലെ ഔന്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മാൾ സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും നല്ലൊരു ആംബിയൻസ് ആണ് ഇതിനകത്ത്. ചെറിയൊരു മാളാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഇതിന് താഴോട്ട് പാർക്കിംഗ് ഏരിയയും മറ്റുമാണ്. വാഹനങ്ങളുടെ പുതിയ മോഡലുകളുടെ ബുക്കിങ്ങിന് വേണ്ടിയുള്ള പ്രദർശനവും മറ്റുമെല്ലാം ഇവിടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ആപ്പിള്, മാർക്സ് ആൻഡ് സ്പെൻസേഴ്സ്, സ്കെച്ചേഴ്സ്, അങ്ങനെ പല. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ അതാ കാണുന്നത് നമ്മുടെ ഒരു ISROയുടെ റോക്കറ്റിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിരിക്കുക. അതായത് GSLV Mark 3 എന്ന് പറയുന്ന ബാഹുബലി എന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ട റോക്കറ്റിൻ്റെ മാതൃകയായിരുന്നത്. ഈ റോക്കറ്റാണ് ചന്ദ്രയാൻ 3 സ്പേസിലെത്തിച്ചത്. ഡബിൾ ഡക്കർ കണ്ട പോലെ സെക്കൻഡ് ഫ്ലോറിൽ ടോയ് ട്രെയിനാണുള്ളത്.
ഇതും അതുപോലെ തന്നെ ആ സെക്കൻഡ് ഫ്ലോറിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി കിടക്കും. ഇതിലും നമുക്ക് കയറി മാളിൻ്റെ പല ഭാഗത്തായിട്ട് പോയി ഇറങ്ങാനൊക്കെ. ഇതിങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഈ റോക്കറ്റ് മാളിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാലും ഇത് കാണാനൊക്കും. ട്രെയിൻ ഇതാ വീണ്ടും വരുന്നുണ്ട്. ശരിക്കും ഈ മാളിൽ ഇതിൻ്റെ അടുത്ത ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഫുഡ് കോർട്ടാണ്. സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. പിന്നെ അതിനൊരു കാര്യമുണ്ട്. കാരണം പൂനെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 7 മെട്രോ സിറ്റികൾ മെഗാ സിറ്റികളിൽ ഒരെണ്ണമാണ്. മുൻപ് അത് 4 മെട്രോ സിറ്റികളുള്ളായിരുന്നു. ബോംബെ, ഡൽഹി, കൽക്കട്ട, മദ്രാസ് ഇതായിരുന്നു 4 എണ്ണം പഴയ. എന്നാൽ ഇപ്പോൾ 3 സിറ്റികളുണ്ടാവില്ല. അതേ എ ക്ലാസ് സിറ്റികളായിട്ട് മെഗാ സിറ്റികളായി മാറ്റിയിട്ടുണ്ട്. അതായത് ഹൈദരാബാദ്, ബാംഗ്ലൂര്, പൂനെ. അപ്പോൾ മെഗാ സിറ്റികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലവ് കൂടുതലാണ്. നമുക്കിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിപ്പോൾ തിരുവനന്തപുരം ആയാലും കൊച്ചി ആയാലും കോഴിക്കോടായാലും ഇന്ത്യയിലെ ചെറു നഗരങ്ങളിലും ആശയങ്ങളാണ്. ഇപ്പോൾ വലിയവരെ ആയാലും കുട്ടികളായാലും ആകർഷിക്കാൻ അടിപൊളി സംഭവങ്ങളാണ് ഇതൊക്കെ. ചെറുതെങ്കിലും നല്ലൊരു മാളാണ്. ആക്ടിവിറ്റീസ് നിറഞ്ഞ ഒരു അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഇത് പൂനെയിലെ ഹിഞ്ചോടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതെല്ലാം കാണുന്നതെല്ലാം പല പല IT കമ്പനികളുണ്ട്. വമ്പൻ കമ്പനികളാണെല്ലാം. ഞാനൊരു 3-4 വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ ഈ സ്ഥലമൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു. പക്ഷേ ഇവിടേക്ക് ഇപ്പോൾ വന്ന മാറ്റം ഇത് നമ്മളും കേരളത്തിലുള്ളവർ കണ്ടുപിടിക്കണം. കാരണം ഈ മാറ്റങ്ങൾ വരുന്നതിൻ്റെ അല്ലെങ്കിൽ നഗരങ്ങൾ വികസിക്കുന്നതിൻ്റെ ഒരു പേസും വേഗതയും ഇത് നമ്മുടെ നാട്ടിൽ ഇതുണ്ടോ എന്ന് നമ്മൾ മലയാളികൾ ചിന്തിക്കേണ്ട. ഒരു നാഷണൽ ഹൈവേ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള
ആ റോഡിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഇതുപോലുള്ള പല പദ്ധതികളും പൂർത്തിയായിട്ട് 3-4 വർഷമായി. നമ്മൾ ശരിക്കും കണ്ടുപിടിക്കണം. ഇനി കുറച്ചു നേരം പൂന നഗരത്തിലൂടെയുള്ള ചെറിയ ഒരു യാത്ര. പൂനെയിൽ ശരിക്കും പറഞ്ഞാൽ പല തട്ടുകളായി കടന്നു പോകുന്ന ഫ്ലൈ ഓവർ പലതുണ്ട്. നല്ല വീതിയേറിയ പാതകളാണ്. പൂനെ ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടോൺമെൻറ്റാണ്. ഇവിടുത്തെ നഗരത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് ആർമിയും പിന്നെ ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും കൂടി ചേർന്നാണ് നടത്തുന്നത്. ഞങ്ങൾക്ക് ഇന്ന് തന്നെ രാത്രി തന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ധൃതിയിലാണ് ഞങ്ങളിപ്പോൾ. ഇത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ആകാശ കാഴ്ചകളാണ്, രാത്രിയുള്ള ആകാശ കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങൾ തിരികെ തിരുവനന്തപുരത്തേക്ക് ഞങ്ങളുടെ ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്യുകയാണ്. ഏകദേശം 3 മണിയോളമായി. നല്ലൊരു യാത്രയായിരുന്നു. വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും. അതുവരത്തേക്ക് ഗുഡ് ബൈ.